ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. സസ്പെൻഷനിലായ മലപ്പുറം മുൻ SP S സുജിത് ദാസിനും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. SP സുജിത് ദാസും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് വീട്ടമ്മയുടെ പരാതി. പോലീസുകാർ മാറി മാറി പീഡിപ്പിച്ചുവെന്നും വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സസ്പെൻഷനിലായ മലപ്പുറം മുൻ SP S സുജിത് ദാസിനും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. SP സുജിത് ദാസും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് വീട്ടമ്മയുടെ പരാതി. പോലീസുകാർ മാറി മാറി പീഡിപ്പിച്ചുവെന്നും വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയ തന്നെ മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് എന്നിവർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇവർ പരസ്പരം കൈമാറിയായിരുന്നു പീഡനമെന്നും സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വഴങ്ങിക്കൊടുക്കാൻ SP ആവശ്യപ്പെട്ടുവെന്നും പൊന്നാനി സ്വദേശിനിയായ യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. 2022 സംഭവം നടന്നത്. ആദ്യം പരാതി നൽകിയത് പൊന്നാനി ഇൻസ്പെക്ടർ വിനോദിനാണ്. ഇയാളാണ് ആദ്യം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തത്. ഈ പരാതി DYSP ബെന്നിക്ക് കൈമാറിയെന്നും എന്നാൽ ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചതായും ഇവർ പറയുന്നു. പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം SPയെ കണ്ടു. എന്നാൽ സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട്. തന്നെ SPയുടെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അവിടെ സുഹൃത്തായ കസ്റ്റംസ് ഓഫീസറോടൊപ്പം മദ്യപിക്കുകയായിരുന്നു സുജിത് ദാസ്. തന്നെയും മദ്യം കഴിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ടോടുകയായിരുന്നു. തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിൾ എന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചതെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. വീണ്ടും പരാതിയുമായി പോയാൽ തന്നെ ഉപദ്രവിക്കില്ലേ എന്ന ഭയം കാരണമാണ് മുന്നോട്ടു പോകാതിരുന്നതെന്നും ഉപദ്രവിച്ച ആളുകളോട് തന്നെയല്ലേ പരാതി പറയേണ്ടതെന്നും ഇവർ ചോദിക്കുന്നു. SPയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്. എനിക്ക് MLAയെ കാണണം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഒരു സ്ത്രീയെയും ഇവരാരും ഉപദ്രവിക്കരുത്. ഞങ്ങൾ പാവങ്ങളും അവർ വലിയ പിടിപാടുള്ള ആളുകളുമല്ലേ. അതുകൊണ്ടാണ് എന്റെ കാര്യം തള്ളിക്കളഞ്ഞത്. മുഖ്യമന്ത്രിയെ അറിയാം, ഉന്നതരുമായി ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. വിനോദിന്റെ പേര് പറഞ്ഞതുപോലെ എന്റെ പേര് പറയരുതെന്ന് പറഞ്ഞു. പേടി കാരണം പറയില്ലെന്ന് വാക്കുകൊടുത്തു ഇവർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വീട്ടമ്മ പറയുന്നത് ഇങ്ങനെ: ഞാൻ പരാതിയുമായി വിനോദ് സാറിന്റെ അടുത്തു പോയി. വീടിന്റെ അവകാശത്തിന്റെ കാര്യത്തിനാണ് പോയത്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് സാർ പറഞ്ഞു. ഞാനും വീട്ടിലുള്ള പെണ്ണും തിണ്ണയിൽ കിടക്കുകയായിരുന്നു. 9:30 സമയത്ത് വാതിലിൽ മുട്ടി. ഞാൻ തുറന്നു. ഇതാരാണെന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു. പൊന്നാനി CI ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ തിണ്ണയിലിരുന്ന് സംസാരിച്ചു. രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു. റൂമിൽ ചെന്നപ്പോൾ കതകടയ്ക്കാൻ പറഞ്ഞു. ഞാൻ അടച്ചു. ബലമായി എന്നെ പിടിച്ച് എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. പിന്നീട് ഈ കേസ് സംബന്ധിച്ച് നിയമ നടപടികൾ ഉണ്ടായില്ല. വീണ്ടും പരാതി എഴുതി DYSP ബെന്നിക്ക് നൽകി. DYSP ബെന്നി പരാതി മുഴുവൻ വായിച്ചു. അത് തേഞ്ഞു പോകില്ലല്ലോ, അവിടെ തന്നെ കാണുമല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു ചിരിച്ചു. കുറെ നാൾ ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. ഒരു ദിവസം DYSP സാധാരണ ഡ്രസ്സിൽ വീട്ടിൽ കയറി വന്നു. നിന്റെ കാര്യം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇരുന്ന് ജ്യൂസ് കുടിച്ചു. എന്നെ ഉപദ്രവിച്ച ശേഷം മടങ്ങിപ്പോയി. 2-3 മാസത്തേക്ക് ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. പരാതി നൽകാനായി SPയുടെ ഓഫീസിൽ 3 തവണ കയറിയിറങ്ങി. എന്റെ റൂമിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് SP പറഞ്ഞു. അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. എന്റെ വീടും ശരിയായില്ല. വിനോദ് ചെയ്തതിനും മറുപടി ഉണ്ടായില്ല. 3 പേരും ചേർന്ന് എന്നെ മുതലാക്കി. എനിക്ക് നീതി ലഭിച്ചില്ല. ഒരു ദിവസം SP വിളിച്ച് സംസാരിച്ചു. അക്കൗണ്ട് വിവരം ചോദിച്ചു. ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞു. പേടിയാണ്, പൈസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയാൾ എന്നെ നിർബന്ധിച്ചില്ല. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അയാളുടെ ഓഫീസിൽ വെച്ചാണ് സംസാരിച്ചത്. 1:30 മണി മുതൽ 4:30 മണി വരെ അയാൾ എന്നെ ഉപദ്രവിച്ചു. അയാൾ മദ്യലഹരിയിലായിരുന്നു. എന്നെയും കുടിക്കാൻ നിർബന്ധിച്ചു. പെണ്ണുങ്ങൾക്കുള്ള ബിയറാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുടിച്ചില്ല. പുറത്തു പറഞ്ഞാൽ പുറം ലോകമില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 2 കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതാകുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞതിനപ്പുറം ഇല്ലെന്നാണ് SP പറഞ്ഞത്. മറ്റുദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ലെന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു. അതേസമയം സസ്പെൻഷനിലുള്ള മലപ്പുറം SP സുജിത് ദാസ് ആരോപണം നിഷേധിച്ചു. തന്റെ കുടുംബം തകർക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നും പരാതി നൽകുമെന്നും സുജിത് ദാസ് വ്യക്തമാക്കി. DYSP ബെന്നിയും ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, പൊന്നാനി.